രാം നാരായൺ രാം. നിങ്ങൾ അറിയാമോ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എവിടെയും എവരോടും വ്യക്തിക്ക് യാതൊരു ഉടമസ്ഥാവകാശവും ഉണ്ടായിരുന്നില്ല. ആ ഉടമസ്ഥാവകാശം വ്യക്തിക്ക് കിട്ടിയത് ആ വ്യക്തിയുടെ ചിന്ത, മസ്തിഷ്കം, ചിന്തനം കൂടുതലായപ്പോൾ മാത്രമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാവരും ആകാശത്തിന്റെ ദിശയിൽ നോക്കണം. ആകാശത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയണം. അവിടെയും ഒരു ഭരണഘടന ഉണ്ട്. അവിടെ കാണപ്പെടുന്നു, അവിടെ സംസാരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ വിവേകത്തിലൂടെ മാത്രമേ നടക്കൂ. ഈ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം, മനസ്സിലാക്കണം. ഈ കാര്യങ്ങളെ ഭൂമിയിൽ പ്രയോഗിക്കണം. പ്രകൃതിയിലെ സിസ്റ്റം എന്നത് ലോകത്തിലെ എല്ലാ ജനങ്ങളും ചേർന്ന് ചിന്തിച്ച് ആശയവിനിമയം നടത്തുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും വേണം. അതോടെ എല്ലാവർക്കും നല്ല പ്രകൃതിയുടെ ഭരണഘടന ഉണ്ടാകണം. പ്രകൃതിയിൽ യാതൊരു ഉടമസ്ഥാവകാശവും ഇല്ല. ഇന്ന് ഭരണഘടനയും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായ എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ നിന്നും നീക്കം ചെയ്യണം. ഞാൻ ഇന്നുകൂടി എല്ലാവരെയും ചേർത്ത് മുന്നോട്ടു പോകുന്നു. എല്ലാവരോടും ചേർന്ന് കഠിനമായി ജോലി ചെയ്ത് സമ്പാദിക്കുന്നു. ഞാൻ ആരിൽ നിന്നുമെങ്കിലും പണം എടുത്തിട്ടില്ല. എനിക്ക് ഒരു സംഘം ഉണ്ട്. നമ്മൾ എല്ലാവരും ചേർന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഇങ്ങനെ എല്ലാവരും ചേർന്ന് ഒരേ ശബ്ദം ഉയർത്തണം. നമ്മുടെ ജന്മാവകാശം നമ്മൾക്ക് നൽകണം. മതത്തിലും ജാതിയിലും നിന്നും വിട്ട് നമ്മുടെ മഹാഗുരു എപ്പോഴും എല്ലാവർക്കും ഇതുപോലെയാണ് പഠിപ്പിച്ചത്. ഈ ഭൂമിയിൽ ഉള്ള എല്ലാ ആളുകളും ഒരുപോലെയാണ്. എല്ലാവരും ആകാശത്തിൻ്റെ, ഭൂമിയുടെ, പ്രകൃതിയുടെ സന്തതികൾ. ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവർ സന്താനദലം രൂപീകരിച്ചു. അവിടെ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. ആരെയും ആരോടും വേർതിരിവ് കാണിക്കുന്നില്ല. മഹാഗുരു പറയുന്നു, പ്രകൃതിയാണ് എല്ലാം. ഇന്ന് നമ്മിൽ ഉള്ളതെല്ലാം ആകാശം, പ്രകൃതി എന്നിവയാൽ മാത്രമാണ്. മനുഷ്യൻ്റേതായ യാതൊരു നിലയുമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, സൂര്യൻ്റെ ധർമ്മം എന്താണ്? ചന്ദ്രൻ്റെ ധർമ്മം എന്താണ്? കാറ്റിൻ്റെ ധർമ്മം എന്താണ്? ആകാശത്തിന് ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്? സൂര്യനും ചന്ദ്രനും കാറ്റും വെള്ളവും അവരുടെ ഇഷ്ടാനുസൃതം ചെയ്യാമോ? ചെയ്യാനാകില്ല. പിന്നെ മനുഷ്യൻ അവർ മുതൽ ഈ കാര്യങ്ങൾ പഠിക്കാത്തത് എന്തിന്? ആകാശത്തിൻ്റെ ധർമ്മം സ്വീകരിക്കാത്തത് എന്തിന്? മനുഷ്യൻ എപ്പോഴാണ് ബോധവാനാകുക? മറക്കരുത്, പ്രകൃതിക്ക് സ്വന്തം സ്കൂൾ ഉണ്ട്. എല്ലാവരും അതിൽ കടത്തപ്പെടുന്നില്ല. പ്രകൃതിയുടെ ആശയം നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിയാണ് നമ്മെ സമ്പൂർണമായി നൽകി. എന്നാൽ നമ്മൾ തന്നെ നമ്മുടെ ശത്രുക്കൾ ആകുന്നു. ആരും തങ്ങളെ തന്നെ പിക്കുന്നുണ്ടോ? എല്ലാവരും പ്രതിമകൾ പിക്കുന്നു, നമാസ് വായിക്കുന്നു, മസ്ജിദ് പോകുന്നു. മനുഷ്യനിർമ്മിത മതഗ്രന്ഥങ്ങൾ എല്ലാവരും വായിച്ച് പുഷ്ടിപ്പെടുത്തുന്നു. അയ്യോ, ആകാശവും പ്രകൃതിയും നമ്മുടെ ഏറ്റവും വലിയ മതഗ്രന്ഥങ്ങളാണ്. അവരെ പിക്കുക, വിശ്വസിക്കുക. ഇത് നമ്മുടെ യഥാർത്ഥ പുണ്യം, ഭക്തി ഗ്രന്ഥം എല്ലാം. ഇത് നിങ്ങൾക്ക് എന്തിനാണ് സ്വീകരിക്കാതെ പോകുന്നത്? ഇത് നമ്മുടെ ഗുരുവിൻ്റെ ആശയവും സന്താനദലത്തിൻ്റെ ആശയവുമാണ്. നമ്മുടെ മഹാഗുരു നൽകിയ ബീജമന്ത്രമായ രാം നാരായൺ രാം എല്ലാവരും ജപിക്കണം. ഇതിൽ എല്ലാവർക്കും ഊർജവും ശക്തിയും ലഭിക്കുന്നു. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നു. എല്ലാ പ്രശ്നങ്ങളും താനായി പരിഹരിക്കുന്നു. കേവലം രാം നാരായൺ രാം എന്നിലേക്ക് ബന്ധപ്പെടുക.